മതന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ, മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ എല്ലാ കാലത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അത്തരം ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെയും അഭിവൃദ്ധിയെയും വിജയസാധ്യതയെയും മങ്ങലേൽപ്പിക്കാൻ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം മാത്രമാണ്. നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കി. പാർട്ടിക്കെതിരായി പാർട്ടി നേതാക്കൾ ആരും ഇന്ന് വരെ ഒരാരോപണവും ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. പാർട്ടി നേതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളാണോ താല്പര്യം എങ്കിൽ അത് ഉന്നയിക്കപ്പെടും. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ജനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അവയ്ക്ക് പരിഹാരം കാണലാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കലാണ്. അതിനു പകരം ഈ ശരിയായ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ, രാഷ്ട്രീയ കാര്യങ്ങൾ തിരിച്ചുവിടാൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ദുരുദ്ദേശപരം തന്നെയാണ്. പരാമർശത്തിൽ നിന്ന് ഇവിടെ പ്രശ്നമേ ഇല്ല. അങ്ങനെ പരാമർശത്തിൻ്റെ പ്രശ്നമേ ഇല്ല. ഇവിടെ ജനങ്ങളുടെ പ്രശ്നമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ പരാമർശം കൊടുത്ത് നടക്കാൻ തുടങ്ങിയാൽ നിങ്ങളിവിടെ എത്തും. അല്ല, നിങ്ങൾ ഇങ്ങനെ ഓരോ പരാമർശങ്ങളും നിങ്ങൾ കേട്ട് അതിനിങ്ങനെ ചോദ്യങ്ങളുമായി നടന്ന പ്രശ്നങ്ങളിൽ നിന്ന് എവിടെ എത്തും? പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടലാണ്. പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ജനകീയ പ്രശ്നങ്ങളായിരിക്കും ചർച്ച ചെയ്യപ്പെടുക, അതല്ലാതെ മറ്റുള്ള തരത്തിലുള്ള വിവാദങ്ങൾക്കൊന്നും യാതൊരു നിലനിൽപ്പും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നാണ് പി ജയരാജൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.